പൈപ്പ് വലിച്ച് ചുറ്റുന്നത് കാണാം. വലിച്ച് ടൈറ്റാക്കിയിട്ട് വേണം ചുറ്റാൻ. ഇത് ചുറ്റി കഴിഞ്ഞാൽ വലിച്ചിട്ടാണ് ചുറ്റണം, നല്ലോണം നീട്ടി ചുറ്റണം. ചുറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് കൈ കൊണ്ട് മോൾഡ് ചെയ്ത് കൊടുക്കണം. ഇത് സെൽഫ് ഹീലിംഗ്, പിന്നെ പശയൊന്നുമില്ലാതെ താനെ ഒട്ടിപ്പിടിക്കുന്നതാണെന്നാണ് പറയണത്. 24 മണിക്കൂർ ഇതനങ്ങാതെ വയ്ക്കണം. വലിച്ച് ഊരിപ്പോരൊന്നും നോക്കാൻ പാടില്ല. ഒരു പ്രത്യേകതരം സിലിക്കോൺ ടൈപ്പ് എന്നാണ് പറയണത്. മുമ്പ് ഞാൻ സോളാർ പാനലിൻ്റെ കണക്ഷൻ ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. കണക്ടർ കേടായപ്പോൾ അത് മുറിച്ച് കളഞ്ഞിട്ട് നേരിട്ട് വയർ യോജിപ്പിച്ചിട്ട് ഇൻസുലേഷന് വേണ്ടിയിട്ട് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് ഇത് ചുറ്റി കൊടുത്തു. അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും ചെയ്യുന്നത്. ഞാൻ ഈ പൈപ്പും ഒരേ സൈസാണെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ അതിന് കണക്ടറിട്ട് കണക്ട് ചെയ്യാൻ നോക്കിയപ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. ഇത് 5 പൈപ്പ് എന്ന് പറഞ്ഞ് വാങ്ങിച്ചാണ്. ഇത് 16 mm എന്ന് പറഞ്ഞാണ്. അപ്പോൾ എന്തായാലും സൂട്ടായില്ല. അപ്പോൾ ഈ പൈപ്പ് ഇതിനുള്ളിലേക്ക് കയറ്റി വെച്ചു. ഇത് ടാങ്കിൽ നിന്ന് വരുന്നുണ്ട്, ടാങ്ക് കണക്ടർ. വാൾവൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ വാട്ടർ പ്രൂഫ് ആവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പൈപ്പ് ഒടിക്കാതെ പതുക്കെ വളച്ച് 15 മീറ്റർ 16 mm പൈപ്പ് ഇങ്ങനെ പല സ്ഥലത്തും സപ്പോർട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ തോട്ടത്തിൻ്റെ ഒരു ഭാഗമായി. ഇതിപ്പോൾ ഒരു മുന്തിരിവള്ളിയുടെ മുകളിലാണ് കെട്ടി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു ടാപ്പുള്ളൊരു അഡാപ്റ്റർ, വാൾവുള്ളൊരു അഡാപ്റ്ററും ഫിറ്റ് ചെയ്തു. ഇനി ബാക്കി പണി നാളെ ചെയ്യുള്ളൂ. കാരണം നേരത്തെ ടേപ്പ് ചുറ്റിയ ഭാഗമില്ലേ, അതൊന്ന് ഉറച്ചിട്ട് വേണം എനിക്കിനി കൂടുതൽ പണിയെടുക്കാൻ. These are some of the components which I purchased from a local agro-tech shop for setting up a drip irrigation program for my plants. I grow a little bit of plants at home, mostly vegetable plants and some garden plants as well. So I am trying to set up a drip irrigation for my plants on a DIY basis. This is a dripper or emitter which is connected to a 6 mm pipe, drip irrigation pipe. For ham radio operators, there is another use for this, for making ladder line. I have also an intention to make a ladder line using this. These can be used as the steps of the ladder in a ladder line. That was one of the reasons why I thought of building a drip irrigation system. From the surplus material, I could homebrew a ladder line. This is a 16 mm connector for interconnecting pieces of 16 mm drip irrigation pipes. This one particularly has a valve. You can shut it or open it as needed. This is a 16 mm T connector for joining 16 mm pipes for drip irrigation. Close-up of a dripper. This portion goes to this pipe and the other portion is where you have the dripping. And this is having a capacity of 2 liters per hour. There are drippers available with capacities of 4 liters per hour and 8 liters per hour, but I have not bought them. This is a 16 mm connector without a valve or stopcock. This is a 6 mm pin connector. I'll zoom in. And this part can go into this 6 mm drip tube. The other side can go into a 16 mm, not 6 mm pipe.
to create branches, and this is a punching device, sharp one, which can be used to punch holes in the 16 mm main line of the drip irrigation system. And once this hole is punched, this pin connector can be introduced in the 16 mm pipe, and from that 16 mm pipe you can take branch connectors like this to drippers, and the connection will not be so short as this. To show that, for a demonstration, I am using small piece of 6 mm pipe and dripper and the 6 mm pin connector as well as the punching tool. Drip irrigation സംവിധാനം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു 500 ലിറ്ററിൻ്റെ ടാങ്കും ടാങ്ക് കണക്ടറും റെഡ്യൂസറും ഒരു വാൾവൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരുന്നല്ലോ. ഇതിപ്പോൾ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 തരം പൈപ്പുകൾ വാങ്ങിച്ചിട്ടുണ്ട്. ഒന്ന് 16 mm പൈപ്പ്, രണ്ടാമത്തെ 6 mm പൈപ്പ്. ഈ 16 mm പൈപ്പ് മെയിൻ സപ്ലൈക്കായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് കൂടുതൽ ദൂരത്തേക്ക് പോകേണ്ടടുത്ത് പ്രഷർ ഹെഡ് കുറയാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ടാങ്ക് കണക്ടറിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന വാൾവിൻ്റെ പുറത്ത് വരുന്ന പൈപ്പ് 16 mm ആണ്. അതിലേക്ക് ഒരു കണക്ടർ വെച്ചത് കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ റെഡ്യൂസർ ഇട്ടിട്ട് വേണ്ടി വരും 6 mm പൈപ്പുകൾ കണക്ട് ചെയ്യാൻ. 6 mm പൈപ്പുകൾ അതിൻ്റെ തലക്കിൽ ഡ്രിപ്പറൊക്കെ കണക്ട് ചെയ്യും. അത് കാണിച്ചു തരാം. 16 mm പൈപ്പ് പോകുന്ന ലൈനിന് എവിടേക്കെങ്കിലും ബ്രാഞ്ച്, അതായത് ശാഖകൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാനുള്ളതാണ് ഈ ടി കണക്ടർ. 2 ഭാഗത്തും 16 mm കണക്ട് ചെയ്യാം, 3ാമത്തെ ബ്രാഞ്ചിലേക്കും കണക്ട് ചെയ്യാം. ഇതാണ് ഡ്രിപ്പർ, എമിറ്റർ എന്നൊക്കെ പറയും. പല കപ്പാസിറ്റിയിലും ലഭ്യമാണ്. ഇത് മണിക്കൂറിൽ 2 ലിറ്റർ ഡ്രിപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഡ്രിപ്പറാണ്. 4 ലിറ്റർ വരുന്നതും 8 ലിറ്റർ വരുന്നതൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടുതലുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ വാങ്ങിച്ച കടയിൽ അങ്ങനെയാണ് അവർ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ജോയിൻ്റ്, അതായത് 2 തലയും 16 mm ആയതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഉപയോഗിച്ചിട്ട് ആ 16 mm പൈപ്പ് ടാങ്കിലേക്ക്, അഥവാ ടാങ്കിൽ നിന്ന് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ, അരഞ്ച് പൈപ്പ് PVC, അതിലേക്ക് കണക്ട് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ കാണുന്നതൊക്കെ 6 mm പിൻ കണക്ടറുകളാണ്. അപ്പോൾ മൊത്തം കണക്ടറുകളും എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കുന്നത് ഇതാ അവിടെ കാണുന്നുണ്ട്. ഇനിയിപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മഴയുള്ളപ്പോൾ ഒന്നാമത് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ആവശ്യമില്ല. അതിലും മുന്തിയ തരത്തിലുള്ള ഇറിഗേഷനാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത് നാച്ചുറലായിട്ട്. അപ്പോൾ പിന്നെ മഴ ഒഴിഞ്ഞാലേ എനിക്കിതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മിക്ക സമയത്തും മഴയാണ്. കുറച്ച് സമയം കൂടുതൽ കിട്ടിയാലല്ലേ ഇതൊക്കെ ഒന്ന് ശ്രമിക്കാൻ പറ്റുള്ളൂ. ഇനി ഇത് ഫിറ്റ് ചെയ്ത് നോക്കിയാലേ എന്തൊക്കെയാണ് പോരാത്തതുള്ളതെന്ന് അറിയുള്ളൂ. ആദ്യമായിട്ട് ചെയ്യുന്നതായതുകൊണ്ട് വേറെ എന്തെങ്കിലും കണക്ടറുകളൊക്കെ പോരാത്തതുണ്ടാവും. അത് ഇത് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അത് പിന്നീട് പോസ്റ്റ് ചെയ്യാം. മഴയൊന്നും നിൽക്കട്ടെ. മഴക്കാലമാണെങ്കിലും ഇടയ്ക്ക് വെയിലുള്ള ദിവസം ഉണ്ടാവും. അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പരീക്ഷിക്കാൻ തോന്നിയത് ഇപ്പോഴാണ്. ഇതാണ് ഇതിനൊരു വാൾവ്. പിന്നെ ഇത് ടാങ്ക് കണക്ടർ എന്ന് പറയും, ടാങ്കിലേക്ക് കണക്ട് ചെയ്യാനുള്ളത്. ഇത് ആ ടാങ്ക് കണക്ടർ കണക്ട് ചെയ്യേണ്ട ഭാഗത്തൊരു എക്കുണ്ട്, കണ്ടില്ലേ? ഇതാണ് ടാങ്ക്. ഞാൻ ഒരു 500 ലിറ്ററിൻ്റെ ടാങ്ക് വാങ്ങിച്ചതാണ്. ഇതിനു വേണ്ടി മാത്രമാണ്. ഞാൻ കുറച്ച് ഉയരത്തിലാണ് വെച്ചിരിക്കണേ, ഏകദേശം ഒരു 2 അടി ഉയരത്തിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാ ഒരു ഹോസ് വഴി വെള്ളം അതിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇതിപ്പോൾ ഞാൻ കിണർന്ന് ഒരു ചെറിയ ഫിഷ് ടാങ്കിനൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ പവറുള്ളൊരു മോട്ടർ, പക്ഷേ നമ്മുടെ HP കണക്കിലൊന്നും പറയാനില്ലാത്ത മോട്ടറാണ്, ചെറിയ മോട്ടറാണ്. അത് ഒരു 25 മീറ്ററിൻ്റെ ഹോസ് ഉണ്ട്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. അത് പണ്ട് കണക്ട് ചെയ്തിരുന്നതായതുകൊണ്ട് അതുതന്നെ ഉപയോഗിക്കണമെന്ന് മാത്രം. അത് വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതിലേക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ്റെ സംവിധാനങ്ങൾ ഫിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ആദ്യം ഇതൊരു 3/4 ഇഞ്ച് പൈപ്പാണ്. റെഡ്യൂസർ ഇട്ടിട്ട് ഒരു വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് 1/2 ഇഞ്ച് പൈപ്പാണ്. അപ്പോൾ ഇനി ഡ്രിപ്പ് ഇറിഗേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് 16 mm അരഞ്ച് പൈപ്പ് വരും, പിന്നെ 6 mm പൈപ്പ് വരും. അത് വളരെ ചെറിയ പൈപ്പാണ്. അപ്പോൾ അത് രണ്ടും ഇനി വാങ്ങിച്ചിട്ട് വേണം ബാക്കി പരിപാടി തുടങ്ങാൻ.